ഗ്യാസിന്റെ വേപ്പർ പ്രഷർ കൂടുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി കൂടും. എങ്ങനെ പറയാം? പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി ഗ്യാസ്, അങ്ങനെയും പറയാം. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി ഗ്യാസ് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. ഇത് ടെക്സ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ്. അതുപോലെ നിങ്ങൾ പാർഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ. കുറെ ഗ്യാസ് ഉണ്ട് എന്ന് വെച്ചോ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ രണ്ടാളെ കുറിച്ചാണ് പറയുന്നത്, ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിന്റെ പ്രഷർ അതാണ് പാർഷ്യൽ, ഒരാളുടെ പ്രഷർ. ഇൻഡിവിജ്വൽ പ്രഷർ. പാർഷ്യൽ മീൻസ് ഇൻഡിവിജ്വൽ. പാർഷ്യൽ മീൻസ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷർ, ഓരോരുത്തരുടെ പ്രഷർ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി ഗ്യാസ് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പാർഷ്യൽ പ്രഷർ അത് കൂടുന്നതിനനുസരിച്ച് സൊല്യൂഷനിലെത്തുന്ന ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കൂടും. സൊല്യൂഷനിലെത്തുന്ന ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കൂടും. ആ സോല്യൂബിലിറ്റിയെ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, സോല്യൂബിലിറ്റിയെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് ടേംസിലാണ് ഉപയോഗിച്ചത്? മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നിങ്ങൾ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് മോൾ ഫ്രാക്ഷൻ കൂടും. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് മോൾ ഫ്രാക്ഷൻ കൂടും. പ്രഷർ കൂടുന്നതിനനുസരിച്ച് മോൾ ഫ്രാക്ഷൻ കൂടും. പ്രഷർ കുറയുന്നതിനനുസരിച്ച് മോൾ ഫ്രാക്ഷൻ കുറയും. മോൾ ഫ്രാക്ഷൻ മീൻസ് സോല്യൂബിലിറ്റി.